ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പ്രതീക്ഷ വെക്കുന്ന ദക്ഷിണേന്ത്യയിൽ ബിജെപി നിലം തൊടില്ലെന്ന് INSC വോട്ടർ സർവേ പ്രവചിക്കുന്നു. ദക്ഷിണേന്ത്യ മോദിയെ കൈവിടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രിയെ നേരിട്ട് തെരഞ്ഞെടുക്കാൻ അവസരം കിട്ടിയാൽ ആരെ തെരഞ്ഞെടുക്കുമെന്നായിരുന്നു സർവേയിലെ ചോദ്യം. ബിജെപിക്ക് തീരെ സ്വാധീനമില്ലാത്ത ദക്ഷിണേന്ത്യ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു. കേരളത്തിൽ 64.96% പേരും പിന്തുണച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. നരേന്ദ്രമോദിയെ വെറും 23.97% പേർ മാത്രമാണ് കേരളത്തിൽ പിന്തുണച്ചത്. ബിജെപി ഇത്തവണ പ്രതീക്ഷകളോടെ നോക്കിക്കാണുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ശബരിമല വിഷയത്തെ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ബിജെപി. എന്നാൽ അതിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. മോദിയും ബിജെപിയും സ്വീകാര്യനല്ലെന്നാണ് സർവേ പ്രവചിക്കുന്നത്. തമിഴ്നാട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. തമിഴ്നാട്ടിൽ 60.91% പേർ രാഹുലിനെ പിന്തുണച്ചപ്പോൾ മോദിയെ പിന്തുണച്ചത് വെറും 26.93% പേർ മാത്രമാണ്. ഇതുകൂടാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലും മോദി സ്വീകാര്യനല്ലെന്നാണ് പ്രവചനം. ആകെ 25 ലോക്സഭാ സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. ഇതിൽ 10 ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ബിജെപിയുടെ പ്രവർത്തനങ്ങൾ. എന്നാൽ മോദിയെ പുറത്തു നിർത്തുകയാണ് ആന്ധ്രയും ചെയ്തത്. നേരത്തെ തന്നെ ആന്ധ്രയിൽ മോദിക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് മുന്നോടിയായി മോദി ഗോ ബാക്ക് പ്രതിഷേധങ്ങളും സംസ്ഥാനത്ത് അരങ്ങേറിയിരുന്നു. അതേസമയം പഞ്ചാബിൽ 37% പേർ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചപ്പോൾ 36% പേരാണ് മോദിയെ പിന്തുണച്ചത്. ഏപ്രിൽ 19 സർവേ സംഘടിപ്പിച്ചത്.